ഹലോ, എല്ലാവർക്കും ആദീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് പൊരിച്ച കോഴി ബിരിയാണി തയ്യാറാക്കിയാലോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് കല്യാണ വീട്ടിൽ നിന്നൊക്കെ കിട്ടുന്ന രീതിയിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പൊരിച്ച കോഴി ബിരിയാണി ഇങ്ങനെ തയ്യാറാക്കുന്ന നോക്കിയാലോ. അതിനുവേണ്ടി ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ദമ്മിടുമ്പോഴുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും പിന്നെ നമ്മളെ വറുത്തെടുക്കുന്ന ഉള്ളിയൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി മാറ്റി വയ്ക്കുക കേട്ടോ. അതിന് വേണ്ടി ഒരു ചീനച്ചട്ടിയിലോട്ട് ഓയിൽ ഒഴിച്ചിട്ട് ഞാൻ ആദ്യം തന്നെ കാഷ്യൂനട്ടാണ് കേട്ടോ വറുത്ത് കോരി എടുക്കുന്നത്. കാഷ്യൂനട്ട് നമുക്ക് പെട്ടെന്ന് അങ്ങ് വറുത്ത് കോരി മാറ്റാം കേട്ടോ. ഒത്തിരി അങ്ങ് നിറം മാറുന്ന വരെ ഒന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിലോട്ട് മുന്തിരി ചേർത്ത് കൊടുക്കാം. മുന്തിരി നമ്മൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ബലൂൺ പോലെ വീർത്ത് വരുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. പെട്ടെന്ന് ഒരു 2-3 സെക്കൻഡ് കൊണ്ട് തന്നെ ബലൂൺ പോലെ വീർത്ത് വരും കേട്ടോ. ഇനി ഇത് നമുക്കൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാവേ. ഇനി എന്ത് ചെയ്യാം, ഇതേ എണ്ണയിൽ തന്നെ നമുക്ക് ഉള്ളിയും കൂടെ വറുത്ത് കോരി അങ്ങ് എടുത്ത് വെക്കാം കേട്ടോ. ഉള്ളി നമ്മൾ എന്ത് ചെയ്യണം, നല്ലതുപോലെ കളർ ചേഞ്ച് ആവുന്നത് വരെ നമ്മൾ വറുത്ത് കോരി എടുക്കണം. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വേണ്ടത് വറുത്ത് കോരി എടുക്കാൻ. ഇപ്പോൾ നമ്മുടെ ഉള്ളി ഏകദേശം നിറം മാറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം 5 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് നല്ലപോലെ റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. ഉള്ളി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി എന്ത് ചെയ്യാം, നമുക്ക് പൊരിക്കാനുള്ള ചിക്കൻ അങ്ങ് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ട് ബിരിയാണി തയ്യാറാക്കുന്നത്. ഞാനൊരു മീഡിയം സൈസിലാണ് ചിക്കൻ കട്ട് ചെയ്തിരിക്കുന്നത്. അതിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ അളവ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/4 ടീസ്പൂൺ അളവ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇതിലോട്ട് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ടുള്ളൊരു പേസ്റ്റ് അങ്ങ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അധികം പുളി ഇല്ലാത്ത തൈര് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്കൊരു 1 ഹവറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ. ഇതേ രീതിയിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച ശേഷം പൊരിച്ചെടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഞാനിവിടെ ഒരു 1 ഹവറോളം അത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിരുന്നു. ചിക്കൻ മാഗ്നേറ്റ് വെച്ച സമയം കൊണ്ട് നമുക്ക് റൈസ് അങ്ങ് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ 1 കിലോ അരി വെച്ചാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഞാനിവിടെ 1 ഗ്ലാസ്സിന് 1.25 ഗ്ലാസ് അളവിലാണ് ഞാനിവിടെ വെള്ളം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലൂടെ എന്ത് ചെയ്യാം, നമുക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ക്യാരറ്റ് ഓപ്ഷണലാണ്. നോർമലി നമ്മൾ ബിരിയാണി റൈസിലൊന്നും ക്യാരറ്റൊന്നും ചേർത്ത് കൊടുക്കില്ല. ഞാൻ പ്രത്യേക ടേസ്റ്റിന് വേണ്ടി ചേർത്ത് കൊടുത്തതാണ് കേട്ടോ. ഓപ്ഷണലാണ്, ഇതുള്ളൊരു മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഈ റൈസിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, ലീഫ് ചേർത്ത് കൊടുക്കാം. ഗ്രാമ്പൂ, പട്ട, ഏലക്ക എല്ലാം നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഗീ ആണ് കേട്ടോ. ഗീ നമ്മൾ ഇതേ രീതി ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇളക്കി കൊടുക്കാം. ഇച്ചിരി ഉപ്പ് മുന്നോട്ട് നിൽക്കുന്ന രീതിയിൽ വേണം കേട്ടോ വെള്ളത്തിൽ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കണം നമ്മൾ. അപ്പോഴാണ് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ഉപ്പ് നമുക്ക് റൈസിൽ പാകമായി കിട്ടുക. നെയ്യ് ചേർത്ത് കൊടുത്തിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ അളവിലാണ് കേട്ടോ. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് 1/2 മുറി നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കാം. ഇതേ രീതി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ റൈസ് നല്ലതുപോലെ വിട്ട് കിട്ടും കേട്ടോ. റൈസ് അതിന് വേണ്ടിയാണ് നമ്മൾ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി എന്ത് ചെയ്യാം, ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് തിളച്ച് വേണം. ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തിളച്ച് വരും കേട്ടോ. അപ്പോൾ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, നമ്മൾ കഴുകി വാർത്ത് വെച്ചിരിക്കുന്ന റൈസ് ഇതിലോട്ട് അങ്ങ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ബിരിയാണിയിൽ എപ്പോഴും നമ്മൾ റൈസ് വറ്റിച്ചെടുക്കുന്ന കേട്ടോ പ്രത്യേക ടേസ്റ്റ്. എനിക്ക് അങ്ങനെയാണ് കേട്ടോ ഫീൽ ആയിട്ടുള്ളത്. നമ്മൾ വാർത്തെടുക്കുന്നതിനെക്കാട്ടിലും ഇതിൽ വറ്റിച്ചെടുക്കുമ്പോഴാണ് പ്രത്യേക ഒരു ടേസ്റ്റ് വരല്. ഈ നെയ്യിൻ്റെ ഇതും എല്ലാം ഇതിൽ പെർഫെക്റ്റ് ആയിട്ട് അങ്ങ് പിടിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ വാർത്തെടുക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്നും നമുക്ക് കിട്ടത്തില്ല. ഇങ്ങനെ ഏകദേശം ഒരു 10-20 മിനിറ്റ് ഇതേ രീതി വെച്ചപ്പോഴേക്കും കേട്ടോ നമ്മുടെ റൈസ് നല്ലതുപോലെ പക്ക പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിരുന്നു. അപ്പോൾ നമ്മുടെ റൈസ് നല്ല പക്ക പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, ഇതങ്ങ് നമുക്കങ്ങ് മാറ്റി വയ്ക്കാം. നമുക്ക് ചിക്കൻ അങ്ങ് തയ്യാറാക്കിയെടുക്കാം. നമുക്ക് അത്യാവശ്യം വലിയൊരു ചെമ്പനെ എടുക്കാം കേട്ടോ. നമുക്ക് ഇതിലാണല്ലോ ദമ്മിടുന്നത്. അതുകൊണ്ട് ഇച്ചിരി വലിയ ചെമ്പ് എടുത്തിട്ട് അതിലോട്ട് ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഉള്ളിയൊക്കെ വറുത്തെടുക്കുന്ന ഓയിലാണ് അതിലോട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചിക്കൻ അങ്ങ് വറുത്തങ്ങ് എടുക്കാം കേട്ടോ. അത്യാവശ്യം നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കുക.
ശേഷം ഒരു ഭാഗം ഒരു 10 മിനിറ്റും മറുവശവും 10 മിനിറ്റും ഒന്ന് കുക്ക് ചെയ്തെടുക്കുമ്പോൾ തന്നെ നല്ലതുപോലെ നമ്മൾ ചിക്കൻ ഫ്രൈ ആയി വരും കേട്ടോ. ഞാൻ ഏകദേശം നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫ്രൈ ചെയ്യുക കേട്ടോ. ചിലർക്ക് നല്ലപോലെ ഹാർഡായിട്ട് ഫ്രൈ ചെയ്യുന്നതായിരിക്കും ഇഷ്ടം. പിന്നെ നമ്മളെ ബിരിയാണിക്ക് അതിൻ്റേതായ ഒരു ഫ്രൈ ഉണ്ട്, അപ്പോൾ അതിൻ്റേതായ ഒരു രീതിയിലങ്ങ് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ ഒരു ഭാഗം ഞാൻ നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നപ്പോൾ മറിച്ചിട്ട് കൊടുത്തിട്ട് മറുവശമൊക്കെ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ ഈ ബിരിയാണി തയ്യാറാക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു മീഡിയം സൈസിലാട്ടോ ചിക്കൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. വലിയ പീസാണെങ്കിൽ ഒരു 3-4 പീസ് വെച്ചിട്ട് നമുക്ക് ബിരിയാണി തയ്യാറാക്കാം. ഞാൻ അത്രത്തോളം വലിയ പീസാക്കിയിട്ടില്ല, മീഡിയം സൈസിലാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മുടെ ചിക്കൻ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, ഇതങ്ങ് ഒരു പ്ലേറ്റിലൂടെ അങ്ങ് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി ബാക്കിയുള്ള കുക്കിംഗ് പരിപാടിയിൽ ഇതേ ഓയിൽ തന്നെ അങ്ങ് ചെയ്യുന്നതിന് അതിൻ്റേതായ ടേസ്റ്റ് കിട്ടുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ നല്ലതുപോലെ ഫ്രൈ ആയി ഞാൻ മാറ്റി കൊടുക്കുകയാണേ. ചെയ്യാം, അതേ ഓയിലിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങ് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും അരച്ച് വെച്ച പേസ്റ്റാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് കൊടുത്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് അതിൻ്റെ പച്ചമണം പോകുന്നവരെ 2-3 സെക്കൻഡ് ഇളക്കി കൊടുക്കുക കേട്ടോ. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യാം, ഇനി ഇതിലോട്ട് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 5 സവാള എടുത്തിരുന്നു കേട്ടോ. ഒരു മീഡിയം സൈസ് സവാളയായിരുന്നു, അതുകൊണ്ടാണ് 5 സവാള എടുത്തിരുന്നത്. എന്നിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ ഈ ഉള്ളി. ബിരിയാണിയുടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ ടേസ്റ്റൊക്കെ ഇതിന് വരും കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഉള്ളി പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഓൾറെഡി നമ്മൾ ചിക്കനിലൊക്കെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിനനുസരിച്ച് വേണമായിട്ട് നമ്മൾ ഉള്ളിയിലൊക്കെ ഒന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഉള്ളി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കങ്ങ് വേവിച്ചെടുക്കാം കേട്ടോ. ഒന്ന് വാടി വന്ന് കഴിഞ്ഞാൽ അതിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മീഡിയം സൈസ് ഒരു 4 തക്കാളിയാണ് കേട്ടോ ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്ത് ചെയ്യാം, നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഒരു 5-10 മിനിറ്റ് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാനുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം, അടി പിടിക്കാതെ നോക്കുക കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ ഉള്ളിയും തക്കാളിയും എല്ലാം നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് നമുക്ക് ഇച്ചിരി വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ആ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളം ഉണ്ടല്ലോ അതിലോട്ട് അങ്ങ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട് ഇച്ചിരി ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഞാൻ അവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടച്ചു വെച്ച് ഒരു 5 മിനിറ്റോളം വീണ്ടും അങ്ങ് വേവിച്ചെടുക്കുക കേട്ടോ. നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്ക് വെന്ത് വരാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ അങ്ങ് ചേർത്ത് കൊടുക്കുക. ചിക്കൻ അങ്ങ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഇതിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, മല്ലിയില അങ്ങ് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഞാൻ 1.5 കൈപ്പിടി അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത തക്കാളിയുടെ പുളിയുടെ അനുസരിച്ച് വേണ്ട തൈര് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ. അത്യാവശ്യം പുളി കുറവാട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്ന തൈരിന്. ഞാനിവിടെ 4-5 ടേബിൾ സ്പൂൺ അളവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലോട്ട് ഇച്ചിരി ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. കൂടാതെ ഇച്ചിരി നെയ്യും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതേ രീതിയിൽ നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ബിരിയാണിക്ക് പ്രത്യേക ടേസ്റ്റാണ്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ അളവ് നെയ്യ് ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. വീണ്ടും നമുക്ക് ഒരു 5 മിനിറ്റ് അടച്ചു വെക്കുക കേട്ടോ. അടച്ചു വെച്ച് നമുക്കിതൊന്ന് വീണ്ടും ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. എല്ലാ സ്പൈസസും ഒരേ രീതിയിൽ നമ്മൾ ചിക്കനിലോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടച്ചു വെച്ച് വീണ്ടും ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ദമ്മങ്ങ് ചെയ്യാം കേട്ടോ. 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്നതിന് ശേഷം റൈസിൻ്റെ ഒരു 1/2 പോർഷൻ ആദ്യം അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇതേ രീതിയിൽ റൈസൊക്കെ ചേർത്ത് കൊടുത്ത് എല്ലായിടത്തും നമ്മൾ എന്ത് ചെയ്യണം, റൈസ് ഒന്ന് ബാലൻസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ലതുപോലെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലോട്ട് മല്ലിയിലയും നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉള്ളിയും ഇച്ചിരി ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ബാക്കിയുള്ള റൈസും കൂടെ അതിന് മുകളിൽ
ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതേ രീതിയിൽ തന്നെ മല്ലിയിലയും ഉള്ളിയും നമ്മളെ നട്ട്സും എല്ലാം ചേർത്ത് കൊടുത്ത് ഇച്ചിരി നെയ്യും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്കിന്ന് ദമ്മ് ചെയ്യാം കേട്ടോ. ഇതേ രീതി ദമ്മ് ചെയ്യുമ്പോൾ അടിയിൽ ഒട്ടുമേ കനലൊന്നും ഉണ്ടാകാൻ പാടില്ല കേട്ടോ. കനലെല്ലാം കോരിക്കളയണം. ഒരു 10 അല്ലെങ്കിൽ 20 മിനിറ്റ് ദം ചെയ്തതിന് ശേഷം ഇതേ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഭാഗം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ ഫ്രൈഡ് ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇനി ഇതേ രീതിയിൽ ഫ്രൈഡ് ചിക്കൻ ബിരിയാണി തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കിയാൽ മാത്രം പോരാ, ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കാൻ മറക്കല്ലേ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനിയും ഇതുപോലെയുള്ള കുട്ടി കുട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.